ബന്ധനത്തിൽ നിന്ന് വെളിപ്പെട്ടു വരാം. ആമേൻ. മറ്റൊരു ബന്ധനത്തിൽ അകപ്പെട്ടു പോകാതിരിക്കുന്നതിന്റെ കാര്യം ക്രിസ്തുവിനോടുകൂടെ ഞാൻ ബന്ധിക്കപ്പെട്ടതാണ്. എന്റെ തലമുറ മറ്റൊന്നിലേക്ക് ബന്ധിക്കപ്പെടാത്തതിന്റെ കാര്യം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ബന്ധിക്കപ്പെട്ടതുകൊണ്ട് ഇന്ന് ആ ക്രിസ്തുവിനോടുകൂടെ ബന്ധിക്കപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽ ആ ബന്ധിക്കപ്പെടാം. ആ പരിശുദ്ധാത്മാവ് എന്റെ അകത്തുകൂടി ഒഴുകണമേ. ആമേൻ. ഈ കുടുംബത്തിന്റെ ലക്ഷ്യത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ആമേൻ തലമുറ തെറ്റിപ്പോകുമായിരുന്നു. തലമുറയെ വലിച്ച് തീരുന്നെടുത്തത് അനേക തലമുറയെ വീണ്ടെടുക്കേണ്ടതിനാ. ഈ കുടുംബത്തിന്റെ മേൽ ആ വാഴ്ത്തത്വം കിടക്കുന്നത് കൊണ്ട് അനേക തലമുറകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനേക തലമുറകളെ തീരുന്ന് വലിച്ചെടുക്കേണ്ടതിന് ഈ സഭയ്ക്കകത്ത് ദൂതായി വിളിച്ചു പറയാ. ഒരു തലമുറയോ നാമെ നഷ്ടപ്പെട്ടു വരുത്തത്തില്ല. അനേക തലമുറകളിൽ ഭാരപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? കുടുംബ ജീവിതത്തിനകത്താകട്ടെ ഒരു തലമുറയില്ലാതെ ഭാരപ്പെട്ടവരെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് സ്വന്തം പറഞ്ഞു. ഇന്ന് പകലൊരു വിടുതലിന്റെ പകല വിശ്വസിക്കാം. ഒഴിയ രക്തം എന്നിൽ കൂടി വന്നില്ലായിരുന്നെങ്കിൽ, ആ രക്ഷ എന്റെ വീട് തേടി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളും വേണ്ടി ഇവിടെ ഇരിക്കത്തില്ല കേട്ടോ. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ആമേൻ പറഞ്ഞ് തുടങ്ങിക്കോ. എനിക്ക് ആരാധിച്ച് പോകണമെന്ന് അങ്ങനെയല്ല. വചനത്തിനകത്തുനിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചത് പറയാമെന്ന്. ആമേൻ. അതുകൊണ്ട് ഞാൻ പറയാ ആമേൻ. ഇന്ന് നമ്മൾ കേട്ട ദൈവവചനത്തിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വാസത്തോടുകൂടെ പറയുന്നു, പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് വരുമ്പോൾ എന്റെ തലമുറ നഷ്ടപ്പെടത്തില്ല, എന്റെ കുടുംബജീവിതം നഷ്ടപ്പെടത്തില്ല. എന്റെ മേൽ ഒരു കുടുംബം കർത്താവ് ഇണച്ചതാണെങ്കിൽ ആ കുടുംബത്തിനകത്ത് ഒരു കേടുവരുത്താൻ കർത്താവ് ഇടയാക്കത്തില്ല. ആരെങ്കിലും ഭക്തന്മാർ അകന്നിരിക്കുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ടോ? ആമേൻ. പരിശുദ്ധാത്മാവ് നീ ഭാവിക്കുമ്പോൾ, നിന്റെ തലമുറ ഭാവിക്കുമ്പോൾ, അത് നിന്റെ വീട്ടിനകത്ത് ഭാരപ്പെടുമ്പോൾ, നിന്റെ കുടുംബത്തിനകത്തിരിക്കുന്ന ഭർത്താവിന്റെ മേൽ അത് ഒഴുകാനിടയാകോ? കൊൽഗോഥാവിൽ ഒഴുകിയ രക്തം, ശിരസ് മുതൽ പാദത്തിലേക്ക് ഒഴുകിയ രക്തം എന്റെ രക്ഷക്കായി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ രക്തത്തിന്റെ വിലയായി നീ ഞാൻ വാങ്ങപ്പെട്ടതാണെന്ന ബോധമുണ്ടെങ്കിൽ ഇന്ന് വിശ്വസിച്ചോ. ഇന്ന് നിന്റെ അകത്തിൽ നിന്ന് ചിലത് ഉളവാകുന്ന പകര വചനവെളിപ്പാടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആമേൻ. സ്വത്രം. എന്റെ ഇഷ്ടമല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. ആമേൻ. ഞാൻ ഒരു കാര്യം പറയാം. ആരെങ്കിലും സ്വന്തം രക്ഷയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പോ സഹോദരന്മാരോടോ കുടുംബത്തിലോ അയൽവാസികളോടോ അവൻ സ്നേഹബന്ധത്തിലുള്ളവരോടോ അവൻ പിണക്കോ വൈരാഗ്യമോ ഭിന്നതയോ വെച്ചിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകലത് വിട്ടുകളയാൻ പരിശുദ്ധാത്മാവ് സഭയോട് ആലോചന പറയാ. ഐക്യതയോടുകൂടെ കൈകോർത്താൽ ഈ ദേശത്തിന്റെ അന്ധകാരം വിടകും. ചില കുടുംബങ്ങളകത്ത് വിടുതലുണ്ടാകും. ചില കുടുംബങ്ങളകത്ത് ചില പാരമ്പര്യങ്ങൾ വിട്ടുപോകുവാനിടയായിത്തീരും. ചില ശാപത്തിന്റെ കെട്ടുകളെ അടിച്ച് ചില പുതിയ കുടുംബങ്ങളെ കൂടി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടം പോരാതെ വണ്ണം നിറയ്ക്കുവാനിടവരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്നാമൻ പറഞ്ഞോ, വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇന്ന് പകലില് വെറുമയായി മറ്റൊരു ദോഷങ്ങൾ വന്ന് മറന്നു പോകുന്നത് പോലല്ല ദൈവമക്കളെ. ഇത് ക്രിസ്തുവിനെ കൊണ്ടാ. ഉറച്ച് വിശ്വസത്തോടുകൂടെ പറയാ. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. ആമേൻ. സ്വത്രം. ആമേൻ. സ്വത്രം. എഫേസ്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മറ്റൊരു വാക്യങ്ങൾ വായിക്കാൻ നിന്നില്ല. എന്നാൽ പെട്ടെന്ന് ഈ ഒരു വാക്യം വായിച്ചു പോകാതിരുന്നാൽ മോശമാണ്. ഒരു കാര്യം ഞാൻ വായിപ്പിക്കുക. ആമേൻ. എഫേസ്യർ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 11 മുതൽ വായിച്ചോ. ആരിൽ ഉറയ്ക്കണം? യേശു കർത്താവിലും അവന്റെ അമിത ബലത്തിലും. ആമേൻ. ഈ ലോകത്തിലെ മറ്റേ എല്ലാ ഓട്ടം കഴിഞ്ഞു. എനിക്ക് ഇനി ഓടാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒടുവിലത്തെ ഓട്ടമാണ്.
ക്രിസ്തുവിനോട് കൂടെ ഓടുന്ന ഓട്ടം. ആമേൻ, ആമേൻ. ഒടുവിലത്തെ ഓട്ടമാ ക്രിസ്തുവിനോട് കൂടെ ഓടുന്ന ഓട്ടം. ലോകത്തിലെ മറ്റു പല ഓട്ടങ്ങളും നമ്മൾ ഓടിയിരിക്കാം, പലരോടുകൂടെ നമ്മൾ യാത്ര ചെയ്തിരിക്കാം. എന്നാൽ അതുകൊണ്ടും നമുക്ക് സമാധാനം തന്നില്ലെങ്കിൽ, അതുകൊണ്ടും നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ, അതുകൊണ്ടും നമുക്കൊരു സ്വസ്ഥത തന്നില്ലെങ്കിൽ, ഇന്ന് യേശുവിൽ ഓടുന്നവർക്ക് ഒരു സമാധാനവും സ്വസ്ഥതയും ഇന്ന് ഇതിനകത്ത് പകരുക കേട്ടോ. ഇതിനകത്ത് വന്നപ്പോൾ ഞാൻ എങ്ങനെ ഈ ഭാരത്തോട് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുമെന്ന് പറയാം. ആമേൻ. ഈ യേശുവിൽ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആമേൻ. ആരില്ല ഓടേണ്ടത്? ആരില്ല ഓടേണ്ടത്? യേശുവിൽ ഓടണം, യേശുവിൽ വിടണം. കഴിഞ്ഞ നാള് വരെ ഞാൻ പഠിച്ച പഠിപ്പിൽ ഓടിയെങ്കിൽ അത് നഷ്ടമാണ്. ആമേൻ, സ്വത്രം. മറ്റെന്തിലേക്കും ആശ്രയിച്ചിരുന്നെങ്കിൽ അത് വൃഥാവാ. ആമേൻ. നിന്റെ കുടുംബക്കാരിൽ നീ വിശ്വസിച്ചിരുന്നെങ്കിൽ അത് നിനക്ക് പരാജയമാണ്. ആമേൻ. നിന്റെ അയൽവാസിയിൽ നീ വിശ്വസിച്ചിരുന്നെങ്കിൽ അത് നിനക്ക് പരാജയമാണ്. യേശുവിനോട് വിശ്വസിക്കുന്നോ അവർ ഓടട്ടെ, അവരെന്ത് ചെയ്യട്ടെ. അടുത്തത് പറയാണ്, നിങ്ങൾക്കോ പിശാചിന്റെ തന്ത്രങ്ങളോട്. അത് ആമേശ്വരം 12-ാമത്തെ വാക്യം, ആമേശ്വരം വായിച്ച 12-ാമത്തെ പറയുന്നു. ആമേൻ. നിങ്ങൾ യേശുവിനോട്. 12-ാമത്തെ വാക്യം, നമുക്ക്. ആർക്കാ? നമുക്ക്. പറഞ്ഞേ, നമുക്ക്. നമുക്ക്. ഒന്ന് ഓരോരുത്തരും പറ. നമുക്ക്. നമുക്ക്. ആരോടാ പോരാട്ടമുള്ളത്? ജഡരക്തങ്ങളോട്. ജഡരക്തം എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരന്മാരോടല്ല, എൻ്റെ ദേശക്കാരനോടല്ല, എൻ്റെ സഭയ്ക്കകത്ത്. ഇന്നലെ ഞാൻ സ്വതന്ത്രം ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇന്നലെ രാത്രി എൻ്റെ സ്വതന്ത്രം കൂട്ടുസഖി അവൻ ഒരു വാക്യം എടുത്തിട്ട് പറഞ്ഞു, എന്നോട് ഒന്ന് കളിയാക്കിയതാണ്. അത് സാരമില്ല, എന്നാൽ ഞാൻ പറയാം. റോമറിൽ ഒരു വാക്യമുണ്ട്, അവൻ സ്നേഹത്താൽ അല്ലാതെ അവൻ വേറൊരു കടനും പറഞ്ഞു കേട്ടില്ല. സ്നേഹത്താൽ അല്ലാതെ വേറൊരു കടമും നമുക്ക് ഉണ്ടാകരുത്. എന്തിലല്ലാതെ? സ്നേഹത്തിൽ മാത്രം. അപ്പൊ സഭയ്ക്കകത്ത് ഞാൻ ഇത് പറഞ്ഞു വന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യമാണ്. ഇത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഇന്നലെ രാത്രി അവർ അടിയാക്കിയതാണെങ്കിലും ഞാൻ പറഞ്ഞു വന്നപ്പോൾ ജഡരക്തങ്ങളോടുള്ള പോരാട്ടം എന്താണെന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു പോവുക. മാത്രം നമുക്കൊരു പ്രയാസമാണ് സഭയ്ക്കകത്ത് കടം വാങ്ങരുത്. സഭയ്ക്കകത്ത് കടം വാങ്ങരുത്. സഭയ്ക്കകത്ത് കടം ചോദിച്ചാൽ ചിലപ്പോൾ അത് തന്നിട്ട് വരും, അത് തിരിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് പണിങ്ങേണ്ടി വരും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ശ്രമിക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ അനുഗ്രഹമായിരുന്നു. സ്വന്തം പറഞ്ഞില്ല. ആരെങ്കിലും അറിയാത്തവർ വാങ്ങിച്ചാൽ ഇത്ര വേഗം കൊടുത്താൽ ഇങ്ങനെ തീരും. ഇതിനകത്തിരുന്ന് നമ്മൾ ചോദിക്കുമ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടു പോകും. സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ട് അല്ലാതെ വേറൊന്നും. അത് ആ 12-ാമത്തെ അധ്യായത്തിലാണ് പോകുന്നത്. റോമറിന്റെ 12-ന്റെ ഞാൻ വളരെ 12-ാമത്തെ അധ്യായം അല്ലെങ്കിൽ 13-ാമത്തെ അധ്യായം ലാസ്റ്റ് വായിച്ച് നോക്കിയിട്ട് സ്നേഹത്തെ കുറിച്ച് പറയുക. 13-ാമത്തെ അധ്യായം വായിച്ചു. എൻ്റെ ലാസ്റ്റ് വരുമ്പോൾ ഒരു 8-9 വാക്യങ്ങളുണ്ട്. ഏതാ വാക്യം? 13-8. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്നേഹം കടമോ കോരി കൊടുത്തേ. സ്നേഹം എത്ര ആണെങ്കിൽ എന്ത് ചെയ്യണം? കോരി കൊടുത്തേക്കണം, ഇങ്ങോട്ടും പറ്റിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹം, മനുഷ്യന്റെ സ്നേഹം, മനുഷ്യദൈവം യേശു കർത്താവ് ജനനത്തിന് മുതൽ മനുഷ്യ കണ്ണുകളിലും ദൈവ കണ്ണുകളിലും ദയ ലഭിച്ചു. ബാലൻ വളർന്നു, മനുഷ്യന്റെ കണ്ണുകളിലും ദൈവ കണ്ണുകളിലും എന്ത് ലഭിച്ചു? ദയ ലഭിച്ചു. ദയ മനുഷ്യന്റെ കണ്ണുകളിൽ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു വലിയ മാറ്റം ഉണ്ടാവുള്ളൂ. ഉണ്ടാവില്ലേ? മനുഷ്യന്റെ കണ്ണുകളിൽ ദയ വേണം വേണ്ടേ? മനുഷ്യന്റെ പ്രാർത്ഥന വേണം വേണ്ടേ? മനുഷ്യന്റെ സ്നേഹം വേണം വേണ്ടേ? അപ്പൊ മനുഷ്യന്റെ സ്നേഹം നമുക്ക് വേണം. അപ്പൊ മനുഷ്യനോട് സ്നേഹമല്ലാതെ വേറൊന്നും കടം അടരുത്. ഇതെന്നെ കളിയാക്കിയതാണ്. എന്നാൽ ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ അതിൻ്റെ വാക്യത്തോടുകൂടെ ചേർത്ത് നിന്നിട്ട് പറയാം, നമ്മൾ കടപ്പെട്ടു പോയാൽ അവനെ മറ്റൊരുത്തൻ അടിമയാണ്. അവൻ ചർച്ചിനകത്ത് ആരോടെങ്കിലും നമ്മൾ കടമായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കയറുമ്പോഴേ അയ്യോ ഇന്ന് പുള്ളി വരുമല്ലോ, നമ്മൾ ഇന്ന് അതിന് പോകണം ചിന്ത വരത്തില്ലേ?
നിങ്ങൾ ആരും കടം വാങ്ങാത്തവരും ചിന്ത വരാത്തവരും പോലെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് വരാത്തതാണ്. കടമില്ലാത്ത ആരെങ്കിലും ഒരാളുണ്ട് കൈകാണ് കണ്ട ഇരിക്കുന്ന എല്ലാവരും കടം ഒരു രൂപയെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? ഇല്ലേ? മനുഷ്യരാണ് വാങ്ങുന്നത്. എന്നാൽ വചനം പറയുന്നു സ്നേഹം കടം വാങ്ങും, പണം എന്ത് ചെയ്യരുത്. അപ്പോ ഇവിടെ ജഡരക്തങ്ങൾ പോകുന്നത് എവിടെയാണ് അറിയോ? നമ്മൾ വായിച്ച വാക്യം അവിടെ നിൽക്കുക. എഫേസ്യരുടെ ലേഖനം 6-ാം അധ്യായം അതിന് 12. നമുക്കോ പോരാട്ടമുള്ളത് വാതിൽ കയറുമ്പോഴേ കടം വാങ്ങിയവനോട് പോരാടിയിട്ടാണ് കയറുന്നത്. അപ്പൊ ഇനി നമുക്ക് ആ പോരാട്ടം ഇല്ല. അത് വാങ്ങാനില്ല. നമുക്ക് അവനോട് എന്തെങ്കിലും വരുത്തില്ല. സഭയ്ക്കകത്ത് സഹോദരന്മാരോട് പോരാടേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ കയറി കഴിഞ്ഞാൽ വേറെ എന്തിനാണ് പിന്നെ പിണങ്ങുന്നേ? നമ്മുടെ സഹോദരന്മാർ തമ്മിൽ എന്തിനാ പിണങ്ങുന്നേ? ഇല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിൽ എങ്ങനെ പിണങ്ങുന്നേ? കുഞ്ഞുങ്ങളാണെങ്കിൽ നോക്കിച്ച് രണ്ടുപേരും താഴോട്ട് പോകുമ്പോൾ രണ്ടുപേരും അടി വയ്ക്കും. വൈകുന്നേരമായിരിക്കും ഇങ്ങോട്ട് സുഖമായിരിക്കുന്നോന്ന് വിളിച്ചു വെച്ചാൽ അല്ലെങ്കിൽ അവർ കാണുമ്പോൾ ഭയങ്കര സന്ദേഹമായിരിക്കും. അവർക്ക് എന്തില്ല, കടപ്പെട്ടിട്ട് അവർക്കൊന്നും അറിയത്തില്ല. ഇതിനെക്കുറിച്ച് എന്താ സംഭവമാണ് അവർക്ക് അറിയത്തില്ല. ഒരു കുഞ്ഞിനെ പോലെ ആകാവട്ട ദൈവങ്ങളുടെ രാജ്യത്തിൽ പറഞ്ഞേ പ്രവേശനമാണ് നഷ്ടപ്പെടുന്നത്. കേട്ടോ, നമ്മുടെ പ്രവേശനമാണ് നഷ്ടപ്പെടുന്നത്. അപ്പനോടുള്ള വാസമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോ നമുക്ക് കടം തന്നെങ്കിൽ അവരോട് സ്നേഹമായി എത്രയും വേഗം കൊടുക്കാൻ നോക്കണം. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ അത് കൊടുത്തു തീർക്കാൻ എനിക്ക് കൃപ തരണമെന്ന്. അമ്മേ അവരെ കാണുമ്പോൾ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെ അവരെ കാണുമ്പോൾ സ്വന്തം പോരാട്ടമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അടുത്ത് കയറി ആ പോരാട്ടം നമുക്ക് ഒരിക്കലും പോകത്തില്ല. അമ്മേ അമ്മേ അതുകൊണ്ട് നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമില്ല എന്ന് പറഞ്ഞേ. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ സഭയ്ക്കകത്ത് വിശ്വാസികളോട് പോരാട്ടമില്ല. ആ പോരാട്ടം അടിയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. അമ്മേ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമില്ല. ഒന്ന് കരമുയർത്തി അത് ഇങ്ങനെ തന്നെയാണോ നാമേ എന്ന് പറയപ്പെട്ടവർ അമ്മേ. ഒന്ന് ഐക്യത, ഒന്ന് രണ്ട് വായിച്ചോ. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട് സ്വർലോകത്തിന്റെ ദുഷ്ടാത്മാവിന്റെ സേനകളോടും ആമേൻ നമുക്ക് എന്തുണ്ട്? പോരാടാൻ. ഹല്ലേലൂയ. അപ്പോ ഈ ലോകത്തിന്റെ സാത്താന്യ ശക്തികളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. നമുക്ക് വിരോധമായി സംസാരിക്കുന്ന ആമേൻ ആ സംസാരിക്കുന്ന സഹോദരന്മാരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന അകത്ത് വ്യാപരിച്ചിരിക്കുന്ന ഇരുട്ടിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ആമേൻ. എനിക്ക് വിരോധമായി ഒരു സഹോദരൻ സംസാരിച്ചെങ്കിൽ, ഒരു സഹോദരി സംസാരിച്ചെങ്കിൽ ആമേൻ അവനോട് ക്ഷമിക്കാനും മറക്കാനും ആമേൻ അവനെ കൂട്ടിച്ചേർത്ത് നിർത്താനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ ഒരുങ്ങി കഴിയുമ്പോൾ എൻ്റെ അകത്ത് അറിയാത്തൊരു നന്മ സ്വർഗത്തിൽ നിന്ന് വാതിൽ തുറക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നാമൻ പറഞ്ഞു തുടങ്ങി. നമുക്ക് പലപ്പോഴും നമ്മുടെ ദൂരത്തിൽ ആ സഹോദരനെ കാണുമ്പോഴേ അവനോട് ഭയങ്കര നീർച്ചയാണ്. അരിഷ്ടമുള്ള സഹോദരന്മാർ ഇതിനകത്ത് ഉണ്ടെന്ന് പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു. ആമേൻ. ഞാൻ ഇങ്ങനെ തന്നെ പറയാം. ആമേൻ. പുറം കൂറുന്ന അരിഷ്ടമുള്ള സഹോദരന്മാർ ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പോസ്റ്റ് പറയത്തില്ലെന്ന് ഞാൻ ഈ വേദപുസ്തകം എടുത്ത് ആമേൻ ഇറങ്ങി തിരിച്ചത് സത്യമാണെങ്കിൽ ഞാൻ പറയാ ആമേൻ അരിഷ്ടമും പുറം കൂടുതലും ഇന്ന് നിർത്തണം. മലയാളത്തിൽ പുറം കൂറെന്ന് പറയുന്നത് എന്തുവാ? തമിഴിൽ പുറം കൂറ എന്ന് പറഞ്ഞാൽ കുറ്റം പറഞ്ഞു നടക്കാം. ആമേൻ. മലയാളത്തിൽ ആ പദം എന്തുവാ? തൂത്തിക്കൊണ്ട് നടക്കാം അല്ലേ? മലയാളത്തിലെ പദം നിങ്ങൾക്ക് അറിയില്ല, ഞാനിങ്ങനെ പറയുന്നത്. എന്തായാലും അങ്ങനെ തന്നെ അത് എല്ലാവർക്കും മനസ്സിലായില്ലേ? കേട്ടോ, അവിടെ പറയാ
ആമേൻ. ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയുകയോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് മറ്റൊരാളോട് പറയുകയോ ഒരാളുടെ രഹസ്യം പറയരുതെന്ന് പറഞ്ഞത് മറ്റൊരാളോട് പറയുകയോ ചെയ്യുമ്പോൾ ഞാൻ അരിഷ്ട മനുഷ്യനാക്കി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയുള്ള സ്വഭാവമുള്ളവർ ഇതിനകത്തുണ്ടെന്ന പരിശുദ്ധാത്മാവ് പറയുക. മാത്രം സഹോദരന്മാരെ പറഞ്ഞപ്പോൾ പറഞ്ഞ വേണ്ടതായിരുന്നു. മാത്രം സഹോദരന്മാരെയും കൂടി ചേർത്ത് പറയാല്ലേ. അവനാണെ പ്രശ്നമില്ല, എൻ്റെ കൂട്ടർക്കും പ്രശ്നമില്ല. മാത്രം ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇത് ചുമ്മാ പറയുന്നതല്ല. പരിശുദ്ധാത്മാവ് ഞാൻ അല്പം മുമ്പ് നമ്മൾ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാതുകളിൽ ഇങ്ങനെ കേൾപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെന്ന് അതിനെ ശാസിക്കാൻ പരിശുദ്ധാത്മാവ് പറയുക. ഇത് സഭയിൽ നിന്ന് അത് വിട്ടുപോകാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഐക്യതയോടുകൂടെ പ്രവർത്തിക്കാൻ സഭ കൈകോർക്കുമെങ്കിൽ ഇങ്ങനെ അല്ല സഭ കേട്ടോ. സഭയ്ക്കകത്ത് ഒരുപാട് ആത്മാക്കൾ മറന്നു കണ്ടാൻ പോവുക. എവിടുന്നെങ്കിലോ അറിയാത്ത സ്ഥലങ്ങളിൽ നിന്ന് ആത്മാക്കൾ ചോദിച്ചു വരിക. അതിനുവേണ്ടി സഭയൊരുങ്ങ ആ സ്വതന്ത്രമാധ്യായം ഇങ്ങോട്ട് താഴോട്ട് അതിന്റെ 11 മുതൽ 17 വരെ വേഗം ഓടിച്ചു വായിച്ച് അവിടെ 1-2 പദം മാത്രം പറഞ്ഞ് ഞാൻ ദൈവസഭയിൽ പോകാൻ അടുത്ത പദത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദുർദിവസത്തിൽ എതിർപ്പാനും ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് സർവായുധവർഗം. അപ്പൊ എന്തിനെല്ലാം വേണം? ഒന്ന്, ദുർദിവസത്തെ എന്ത് ചെയ്യണം? വായിച്ച ഒന്നുകൂടി. അതുകൊണ്ട് നിങ്ങൾ എതിർത്ത് നിൽക്കാൻ ഒരു ബലം വേണം. ഒരു നല്ല അണ പൊട്ടി പുറപ്പെട്ടു വന്നാൽ അതിനകത്ത് ഒറ്റയ്ക്ക് ഒരാളെ കൈവക്കാൻ പറ്റുമോ? ഒരു 10-100 പേര് ചിലപ്പോ ഒരുമിച്ച് നിന്ന് കൈകോർത്ത് കഴിഞ്ഞാൽ ഏത് ചെറിയ കാര്യത്തെ ചിലപ്പോ വേണമെങ്കിൽ പിടിച്ചു നിർത്താൻ കഴിയത്തില്ലേ? പറ്റും. ആമേൻ. എന്നാൽ ഒറ്റയ്ക്ക് ചില സമയത്ത് നടക്കാത്ത കാര്യങ്ങളുണ്ട്. അപ്പോ ഇത് ലഭിക്കണമെങ്കിൽ എൻ്റെ അകത്തൊരു ശക്തി ലഭിക്കണം. എന്തിന്റെ ശക്തിയാ? പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ രക്തത്തെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ ജഡമായി തീരുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മാംസത്തിന് ഒരിക്കലും ജയിക്കാൻ കഴിയത്തില്ല. മാംസത്തിനുള്ളത് മാംസമായിരിക്കും, ജഡത്തിനുള്ളത് ജഡമായിരിക്കും, ആത്മാവുള്ളതോ ആത്മാവിനെ കുറിച്ച് ഞാൻ പിന്നെ വരികയാണ്. സമയം ഏകദേശം 3 മണിയേറെ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പേര് സന്തോഷമുണ്ടോ? നോക്കാൻ പറഞ്ഞു. അപ്പൊ ഈ സന്തോഷമുള്ളവർ മാത്രം ഇരുന്നാൽ മതി. നേരിടണം. സന്തോഷം ഇല്ലാത്തവരോട് നോക്കാൻ പറഞ്ഞു. കുറേ സൗരന്മാരിക്കും. അവർക്ക് ആദ്യം കഞ്ഞി കൊടുക്കണേ. ഇന്ന് സ്വതന്ത്രം പറഞ്ഞു. അപ്പോ ശക്തി ലഭിക്കണം. എന്തിനാ പോരാട്ടമുള്ളത്? വായിച്ച് സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധം ധരിക്കണം. ആമേൻ. ദൈവത്തിന്റെ സർവായുധം ധരിക്കണം. ആമേൻ. ദൈവത്തിന്റെ സർവായുധം ധരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകലിൽ ആ സർവായുധം ധരിക്കാനിട വേണം. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, കൃപയെന്ന് പറയുന്നത് ഗ്രേസ് എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. അത് സത്യമാണ്. കൃപ ലഭിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എനിക്ക് കൃപ ലഭിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ആമേൻ പറഞ്ഞേ. കൃപ ലഭിച്ചത് കൊണ്ടാണ് ഞാൻ കർത്താവിനോട് ചോദിക്കൂ. കർത്താവേ, കൃപ ലഭിച്ചത് ഗ്രേസ്, അതിന്റെ അവിടുത്തെ സ്ഥാനമാണ്. അവിടുത്തെ ഇഷ്ടം തോന്നിയത് കൊണ്ട് എന്നോടൊരു കൃപ തോന്നി. എന്നെ വിടുവിച്ചത് കൊണ്ടാ ഞാൻ വിടുവിക്കപ്പെട്ടത്. സമ്മതിച്ചു കർത്താവേ, കൃപയാ. എത്രയോ മനുഷ്യർ ഈ ലോകത്ത് വീണുപോയി. എന്റെ സമപ്രായക്കാർ ഈ ലോകത്ത് നിന്ന് ഇല്ലാതായി തീർന്നു. എന്റെ സമപ്രായക്കാർ നിങ്ങൾ അറിഞ്ഞോ? ദൈവമക്കളെ, ഞാൻ പറയട്ടെ, എന്നോട് കൂടെ കഴിച്ചു നടന്ന, എന്നോട് കൂടെ മറ്റെല്ലാ കാര്യത്തിലും കൈകോർത്തു നിന്ന പല സഹോദരന്മാരും ഇന്ന് ഭൂമിയിലില്ല കേട്ടോ. ഞങ്ങളൊരു ഗ്യാമ്പായിരുന്നു. ഒരു ഗ്യാമ്പ്
പല വിഷയങ്ങളും ലോകത്തിന്റെ നടുവിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ മകൻ മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. കാരണം എന്താണെന്നറിയോ? ഗ്രേസ്, കർത്താവിന്റെ കൃപ ലഭിച്ചത് കൊണ്ട്. ആമേൻ പറയാൻ നിങ്ങൾക്ക് കഴിയത്തില്ല, എനിക്ക് കഴിയും. എപ്പോഴും പറയും, കർത്താവേ നിന്റെ കൃപ ലഭിച്ചത് കൊണ്ട്. നിന്റെ കൃപ ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കാണത്തില്ല. അത് സത്യമാ, അത് മാറ്റി നിർത്തുന്നില്ല കർത്താവേ. എന്നാൽ എനിക്ക് ഒരു കൃപാവരം വേണം. സ്വത്രം പറഞ്ഞില്ലേ? ആമേൻ. കൃപ ലഭിച്ചത് സത്യമാണ്. നമ്മൾ കൃപ ലഭിച്ചത് കൊണ്ട് ഇതിനകത്ത് ഒന്നി ഇരുന്നത് കേട്ടോ. കൃപ മാത്രം പോരാ കേട്ടോ, കൃപാവരം ലഭിക്കണം. ആമേൻ. ആയുധം ധരിപ്പണ്ട വരണം, മൂർച്ചയേറിയതായ ആയുധം, ബലമുള്ളതായ ആയുധം, അവൻ ഇതിലും ശക്തിയേറിയ ആയുധം എന്റെ അകത്ത് ധരിക്കാനിട വരണം. അത് ധരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പോരാടാൻ കഴിയത്തുള്ളൂ. എനിക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, എനിക്ക് കൃപയുള്ളത് കൊണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ആ കൃപയിൽ നിന്ന് അകലുമ്പോൾ ചിലപ്പോൾ ഞാൻ പോരാടി പോകുമായിരിക്കും സഹോദരങ്ങളോട്. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ സഹോദരങ്ങളോട് പോരാടിയിരിക്കണമെങ്കിൽ എനിക്ക് വെളിപ്പാടുന്ന കൃപ ലഭിക്കണം. അവൻ ദർശനമാകുന്ന കൃപ ലഭിക്കണം, അഭിഷേകമാകുന്ന കൃപ ലഭിക്കണം. അവൻ ശക്തി എന്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ ഞാൻ ശക്തി പ്രാപിച്ചിട്ട് ഭൂമി രക്തത്തോട് സാക്ഷിയായി ജീവിക്കേണ്ടതിന് എന്റെ മേലൊരു കൃപ, അവൻ കൃപാ വരം ലഭിക്കുമ്പോൾ ഞാൻ ഭൂമി രക്തത്തോട് സാക്ഷിയായി തീരുവാൻ ഇടയാകും. അങ്ങനെയാണെങ്കിൽ കൃപ മാത്രം പോരാ ദൈവമക്കളെ. കൃപ കൊണ്ട് ഒതുങ്ങാനല്ല എന്നെ നിങ്ങളെ വിളിച്ചത്, കൃപാ വരം പ്രാപിക്കണം. എന്ത് പ്രാപിക്കണം? കൃപാവരം പ്രാപിക്കണം. എങ്ങനെയാ? കൃപാവരം ഉണ്ടെങ്കിൽ ഞാൻ ദൈവസഭയിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, ദൈവത്തോട് നിലവിളിക്കുക, കരയുക. കർത്താവേ എനിക്ക് കൃപ തന്നു. എൻ്റെ വീട്ടില് ആമേൻ ഒരു അമ്മയ്ക്ക് ഒരു മകനെ ഒന്നുകൂടി ആയുസ് കൂട്ടി തന്നു. അത് കൃപയാ. ശരിയാ കർത്താവേ, ഞാനത് സമ്മതിക്കുന്നു. എന്നാൽ എനിക്കത് പോലെ കർത്താവേ, ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തോട്, ഈ ദേശത്തിന്റെ എതിർക്കുന്ന അന്ധകാരങ്ങളോട് ആമേൻ സ്വത്രം വചനം പറയുന്നു. സാത്താൻ താൻ ആമേൻ വെളിച്ചതോടെ വേഷം ധരിച്ച് ആമേൻ അവരുടെ ഇടയിൽ വരുമെന്ന് ദൈവവചനം പറയുമ്പോൾ ആ വേഷം ധരിച്ചു വന്നിരിക്കുന്നവൻ ചിലപ്പോൾ ആരാധിക്കുമോ? ആരാധിക്കും. ആമേൻ പാട്ട് പാടുമോ? പാട്ട് പാടും. ആമേൻ ദൈവവേല ചെയ്യുമോ? ദൈവവേല ചെയ്യും. ആമേൻ സുവിശേഷം പറയുമോ? സുവിശേഷം പറയും. ദൂത് വിളിച്ചു പറയുമോ? ദൂത് വിളിച്ചു പറയോ? എല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ ഇരുട്ടാക്കി നന്മ അടച്ചു വെച്ച് അവന്റെ ജീവിതത്തിൽ ഒന്നിനും ഉയരാൻ കഴിയാതെ വന്നോ ഇരുട്ടാക്കി വച്ചിരിക്കുന്ന സാത്താനെ തന്ത്രത്തെ തിരിച്ചറിയണമെങ്കിൽ കൃപ പോലെ കർത്താവേ, കൃപാവരം വേണോ? ചോദിക്കുന്നവരുണ്ടോ? ചോദിക്കുന്ന നിനക്ക് നത്തുന്ന പര നിന്നെ നടക്കുന്ന ഒരുത്തൻ വന്നിട്ടുണ്ടോ? അവൻ നിന്നെ വെറുതെയായി മടങ്ങത്തില്ല. അവൻ നിന്നെ വെറുതെയായി മടങ്ങത്തില്ല. ഞാൻ വിശ്വസിക്കാം, അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വെറുതെയായി മടങ്ങത്തില്ല. വെറുതെ മടങ്ങി പോകാനല്ല വന്നത്. അവൻ ആരെയൊക്കെയോ കാലത്തിൽ പിടിച്ചിട്ട് അവൻ എന്നോട് നടന്നാൽ ഒരാളെ കൂടി കിട്ടുമെന്ന് ചോദിച്ചിട്ട് അതിനകത്ത് വന്നത്. അവന്റെ പേരക്കായി ചിലരെ വിളിച്ച് കോർന്നിരിക്കേണ്ടതിന്, നിന്റെ മേൽ ചില ശക്തി പകർന്നേണ്ടതിന്, ഭൂമി നഷ്ടത്തോടെ പുറപ്പെടേണ്ടതിന്, നിന്റെ മേൽ ഒരു കൈകൾ അവൻ വഹിക്കേണ്ടതിന് കർത്താവ് നിന്റെ പകർന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. കൃപ പകരണം കേട്ടോ. കൃപമേൽ കൃപ പകരാൻ ഇത്രയും ആഗ്രഹിക്കുന്നുണ്ട്. നാമെ രക്ഷിക്കപ്പെട്ട ദൈവസഭയെ, ദൈവജനമേ, അഭിഷേകം പ്രാപിച്ച ദൈവജനമേ, പോരാ ഇത് മതി എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കാനല്ല നിങ്ങളെ എന്നെ വിളിച്ചത്. വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നത് ഗ്രേസ്. അത് എൻ്റെ അവൻ മിടുക്കല്ല, അവന്റെ കഴിവ, അവൻ തന്ന ദാനമാ. സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ വന്ന് ചുമ്മാ ഇരിക്കാനല്ല, ഇവിടെ വന്ന് ഒന്ന് പറഞ്ഞ് രണ്ടിന് സ്വത്രം പറഞ്ഞ് ആമേ സ്വത്രം മറ്റുള്ളവരോട് പിണങ്ങാനല്ല. ആമേ ഇവിടെ വന്നത് ഈ കൃപമേൽ കൃപ പ്രാപിക്കേണ്ടതിനാ. ഈ ജഡരക്തങ്ങളോട് പോരാടരുത്. ദേശത്തിന്റെ അന്ധകാരങ്ങളോട്, നിന്റെ മേൽ നിന്റെ കുടുംബത്തിനകത്ത് വാഴുന്ന ഇരുട്ടുകളോടുകൂടെ പോരാടണമെങ്കിൽ ആ പോരാടേണ്ടതിന് അവന്റെ ഇരട്ടി ശക്തി എന്റെ അകത്ത് വേണമെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഒന്നാമൻ പറഞ്ഞ് യേശു കർത്താവ് താമേ അവൻ ഇതിനിടയിൽ വന്നിട്ടുണ്ട്. യേശു താമേ അവൻ ഇതിനിടയിൽ വന്നിട്ടുണ്ട്. ആട്ടുകുട്ടിയുടെ രക്തത്തിനും ജഡരക്തങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ആ ജഡരക്തങ്ങളല്ല ഇവിടെ പോരാടേണ്ടത്. ആട്ടുകുട്ടിയുടെ രക്തം പോരാടുന്നു. ആട്ടുകുട്ടിയുടെ രക്തം പാപങ്ങളെ മോചിപ്പിക്കുന്നു. ആട്ടുകുട്ടിയുടെ രക്തം നിന്റെ ശാപങ്ങളെ മോചിപ്പിക്കുന്നു. ആട്ടുകുട്ടിയുടെ രക്തം ചില ബന്ധങ്ങളെ അടിക്കുന്നു. ആട്ടുകുട്ടിയുടെ രക്തം നിന്റെ വേലയ്ക്ക് വേർതിരിക്കുന്നു. കൃപയ്ക്കായി
ഏൽപ്പിച്ചു കൊടുക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു തുടങ്ങിക്കേ. യേശുത്താത്മാവ് നിന്നുകൊണ്ട് ഇനി തീർന്നിട്ടില്ല കേട്ടോ. ദൂതുകൾ അനേകമുണ്ട്. ആമേൻ വചനത്തിൽ കൂടി അല്ലാതെ ഒരു ദൂതും മറ്റൊരു ദൂതും എന്റെ ജീവിതത്തിൽ നിത്യതയെ കൊണ്ടുപോകത്തില്ല. ആമേൻ ഇവിടെ വന്ന് എനിക്ക് വീട് തരും, കാറ് തരും, ബംഗ്ലാവ് തരും പറഞ്ഞു പോകുന്നതുകൊണ്ട് നിത്യതയിൽ കാണത്തില്ല ദൈവമക്കളെ. ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഈ മണ്ണും കല്ലും പൊന്നും എല്ലാം ഇവിടെ വച്ച് അഴിഞ്ഞു പോകുക. ആമേൻ സ്തോത്രം. സകലവും നന്നായി ചെയ്യുന്നവന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട നിത്യതയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവജനം ഇതിനകത്തുണ്ടെങ്കിൽ ഈ ആമേൻ കൃപ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ ശക്തിയെ ജയിക്കാൻ, ലോകത്തിന്റെ ജഡത്തെ ജയിക്കാൻ, ലോകത്തിന്റെ ഭാവത്തെ ജയിക്കാൻ ഒരു കൃപാവരം നിന്റെ അകത്തൊരു ശക്തി ഉണ്ടെങ്കിൽ, ആമേൻ മൂർച്ചയുണ്ടെങ്കിൽ അത് ചിലതിനെ തുളച്ചു കയറും. എനിക്ക് ഇങ്ങനെ തന്നെ നിന്നുകൊണ്ട് പറയുക കേട്ടോ. അവിടുന്ന് ഒരു ശക്തി ആമേൻ പലപ്പോഴൊക്കെ ആമേൻ പല കുടുംബങ്ങളുടെ അകത്തും ആമേൻ സ്വന്തം നീർച്ചയ വേദനയ ഭർത്താവിന്റെയും മക്കളുടെയും ആമേൻ സ്വന്തം സഹോദരങ്ങളുടെയും കടത്തിന്റെയും ആമേൻ രോഗത്തിന്റെയും ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സഹോദരിമാർ ഇതിനകത്തുണ്ട്. അവരോട് പരിശുദ്ധാത്മാവിന്റെ നിറവ് നിന്നുകൊണ്ട് പറയാം. ഇന്ന് ചോദിക്കും കർത്താവേ. ആമേൻ പൗലോസ്ലിയോട് ചോദിച്ചപ്പോൾ, ഈ ശൂലമാനം പ്രാർത്ഥിച്ചപ്പോൾ പൗലോസ്ലിയോട് കർത്താവ് പറഞ്ഞേ, ആമേൻ എന്റെ കൃപ മതി കുഞ്ഞേ, എന്റെ കൃപ മതി കുഞ്ഞേ, എന്റെ കൃപ മതി കുഞ്ഞേ, എന്റെ കൃപ മതി കുഞ്ഞേന്ന് പറഞ്ഞെങ്കിൽ നിന്റെ അകത്തൊരു ശൂലമാണോ തലമുറയെ? നിന്റെ അകത്തൊരു ശൂലമാണോ? നിന്റെ അകത്തൊരു ഭാരമാണോ? നിന്റെ അകത്തൊരു കടഭാരമാണോ? നിന്റെ അകത്ത് രോഗഭാരമാണോ? നിന്റെ അകത്ത് സഹോദര ബന്ധത്തിനകത്തുണ്ടായത് ഭാരമാണോ? നിന്റെ കുടുംബ ബന്ധത്തിനകത്ത് ഭാരമാണോ? കർത്താവിനോട് ചോദിക്കേ. കർത്താവ് പറയാ, കുഞ്ഞെ നിനക്ക് എന്റെ കൃപ മതി. കൃപ തന്നാൽ മറ്റെല്ലാത്തിനും സമാധാനം നൽകി കേട്ടോ. കൃപയില്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ. കൃപയില്ലാത്തവരാണെങ്കിൽ ഇതിനകത്തുണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ, നിന്റെ ജീവിതം നാളെ ശൂന്യമാണ്. എനിക്കായി മുറിവേറ്റ ഒരു കരമുണ്ട്. എനിക്കായി ഒരു മുറിവേറ്റ ഒരു കരമുണ്ട്. കാൽവരി കുന്നിന്മേൽ ഒഴുകിയ രക്തമുണ്ട് കേട്ടോ. ആ രക്തം സംസാരിച്ചു തുടങ്ങും കേട്ടോ. ആ രക്തം ഗുണകരമായി സംസാരിക്കും കേട്ടോ. ആ രക്തം എനിക്ക് വേണ്ടി വാദിക്കും കേട്ടോ. ആ രക്തത്തിലാണ് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ജഡരക്തം എഴുന്നേൽക്കത്തില്ല. എവിടെയെങ്കിലും ജഡരക്തങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ എഴുന്നിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം പരാജയമാണ് കേട്ടോ. ആരോടൊക്കെ പറയാം, ജഡരക്തം കൊണ്ട് പോരാടരുത്, ജഡരക്തം കൊണ്ട് പോരാടരുത്, ജഡരക്തം കൊണ്ട് പോരാടരുത്. സഹോദരങ്ങളെ, ജഡരക്തം കൊണ്ട് പോരാടരുത്, ജഡരക്തം പൊങ്ങരുത്. നമ്മുടെ ജീവിതത്തിനകത്ത് ജഡരക്തം എഴുന്നേൽക്കരുത്, ജഡരക്തം എഴുന്നേൽക്കരുത്. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയാ, ജഡരക്തത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയെ പരാജയം തുടങ്ങിക്കഴിഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ മറവിൽ നിന്നുകൊണ്ട് പറയാ, ഈ പരാജയം ഏറ്റുവാങ്ങരുത്. പരിശുദ്ധാത്മാവിന്റെ മറവിൽ നിന്നുകൊണ്ട് ആ ശക്തി എനിക്ക് വേണമെന്ന് ചോദിച്ച് ഇന്ന് ചോദിക്കും. ആമേൻ. എവിടെയെങ്കിലും പരാജയം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ബ്രേക്ക് ഇടാൻ ഇന്ന് പരിശുദ്ധാത്മാവ് സഭയോട് ആലോചന പറയാം. ആമേൻ. ബ്രേക്ക് ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവ സഹോദരങ്ങളോട്, ദൈവമക്കളോട് ദൈവാത്മാവ് ആലോചനയായി പറയാം. ഇന്ന് മുതൽ പരാജയത്തെ മുട്ടുപിടി വയ്ക്ക്, പരാജയത്തെ തൊട്ടുമാറാം. പരാജയമേ, നിനക്കെന്നെ പോരാടാൻ കഴിയത്തില്ല, നിനക്കെന്നെ തൊടാൻ കഴിയത്തില്ല. നീ എന്നോട് കൂടെയില്ല, എന്നോട് കൂടെയുള്ളവൻ ജീവനുള്ളവൻ. എനിക്കായി ജീവൻ വിട്ടവരെ എന്നോടിരുക എടുത്തവരെ, எனக்காய் ജീവൻ വിട്ടവരെ എന്നോടിരുക എടുത്തവരെ, എന്നെ എന്നും വഴി നടത്തുവാരേ, എന്നെ സന്ധിക്ക വന്നിടുവാരേ, போதுமே எந்த நாளிலுமே என்னிலையிலுமே எந்த நாளிலே இயேசு போதுமே. எந்த நாளிலும் என்னிலையிலும்
ഏത് നേരത്തും യേശു മാത്രം മതി കേട്ടോ. ലോകം മുഴുവനും എതിർത്ത് വന്നാലും ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോട് കൂടെ ഒരുത്തനുണ്ടെന്നുള്ള ഒരു ഭയം അകത്ത് കയറി കഴിഞ്ഞാൽ മറ്റു ഓരോരുത്തരെയും കൂട്ടിന് ആവശ്യമില്ല കേട്ടോ. ആമേൻ. പണ്ട് ഉപദേശി ആമേശ്വരൻ പ്രാർത്ഥന കഴിഞ്ഞ് പോയപ്പോൾ കാട്ടിനകത്ത് നടന്നു പോയപ്പോൾ ഒരു ഒമ്പൻ കാട്ടാനെ കയറി വന്നെന്ന് ഒറ്റയ്ക്ക് ഒരു സ്വത്രം പറഞ്ഞ അല്ലേലിയ പറഞ്ഞപ്പോ കാട്ടാന ഇളകി മാറിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഏത് കാട്ടാനയുടെ ശക്തി ഇളകി മാറി പറയുക? ഏലിയ ആര് കൂടെ വേണം? യേശു വേണം, യേശു വേണം. ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകണം. യേശു വേണം. ആരാധിക്കാനുള്ള സമയം. ആമേൻ, ആമേൻ. ഇതിനേക്കാൾ വചനം കുറച്ചുകൂടി വചനം പറയണം ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയാ, യേശു വേണം കേട്ടോ, ആത്മാവ് വേണം കേട്ടോ. ആമേൻ. അവിടെ വായിക്കുന്നു, ആമേൻ, സ്വതന്ത്രം വേദമായി, ആമേൻ, സ്വതന്ത്ര യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് 3-ാമത്തെ അധ്യായത്തിന് ഒരു വാക്യം, ആമേൻ, സ്വതന്ത്രം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, ഒരു വാക്യം വായിച്ച് എന്താ വഴിയിരിക്കുന്നത്? ജഡത്താൽ ജനിക്കപ്പെട്ടത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആമേൻ. ജഡത്താൽ ജനിച്ചത് ജഡമായി. ആമേൻ. ആത്മാവിന്റെ ജനനം അതെത്രവർക്ക് വേണം? ഞാൻ സ്വന്തം എനിക്കറിയാം, സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായത്തില് 1-ാമത്തെ വാക്യത്തിന് 1-2 കാര്യങ്ങൾ കൂടെ പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഞാൻ കിട്ടി. 2-ാമത്തെ വാക്യം മുതൽ 2-3 വാക്യങ്ങളെ കണക്ക് ഞാൻ മാറ്റി കിട്ടും. പക്ഷെ സമയം മുന്നോട്ട് പോയി. പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നു, അത് മുന്നോട്ട് പോയി. അതിനകത്ത് നിന്ന് എടുത്തു വെച്ച 30 ചരടിനകത്ത് നിന്ന് എടുത്തു വെച്ച ആ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആത്മാവ് ജനിക്കപ്പെടണം. ആമേൻ. ആത്മാവിൽ ജനിക്കപ്പെടണം. പിന്നെ എത്ര പേര് ആത്മാവിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. ജഡത്തിനാൽ ജനിക്കുന്ന ജഡത്തിനായിരിക്കും, ആത്മാവിനാൽ ജനിക്കുന്നതോ ആത്മാവായിരിക്കുവാൻ വരും. സ്വതന്ത്രം. അവിടെ ഞാനിങ്ങനെ വായിക്കുമ്പോൾ ആമേൻ, റോമർക്ക് എന്ന ലേഖനത്തിൽ 18-ാമത്തെ അധ്യായത്തിലും 23-ാമത്തെ വാക്യത്തിലും ആത്മാവിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ആമേൻ. 8-ാം അധ്യായം 18-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം, 26-ാം വാക്യം ഒന്ന് വായിച്ചു. 8 മുതൽ 8-ാം അധ്യായം 18 മുതൽ 30 വാക്യങ്ങൾ പിന്നെ വീട്ടിൽ പോയി വായിച്ചില്ല. 8-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. നമ്മൾ വെളിപ്പെടാനുള്ള തേജസ്. എന്താണ് വെളിപ്പെടണം? ഒരു തേജസ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ആമേൻ, ഇനി സാത്താൻ താൻ വെളിച്ചം വേഷം ധരിച്ചു വന്നാലും തേജസ്സാകുന്ന ക്രിസ്തുവാകുന്ന വെളിച്ചം എൻ്റെ അകത്ത് വെളിപ്പെട്ടാൽ ആ ഇരുട്ട് അവിടെ ഇരിക്കുമോ? ഇരുട്ടുണ്ടോ? ഇരുട്ടുണ്ടോ? ഇരുട്ട് എൻ്റെ വീട്ടിൽ വാളത്തില്ല. ഒന്ന് പറഞ്ഞേ, എൻ്റെ കുടുംബത്തിനകത്ത് ഇനി ഇരുട്ട് വാളാതെ വരത്തില്ല. ആമേൻ. ജഡരക്തങ്ങളല്ല, മാംസത്താലുള്ളതല്ല വാഴേണ്ടത്, ആത്മാവിനാൽ ജനിക്കപ്പെട്ടത് അത്ര വാഴേണ്ടത്. അവിടെ ആത്മാവിന്റെ ജനനം ഉണ്ടായി കഴിയുമ്പോൾ അവിടെ വായിച്ച ഈ കഷ്ടതകൾ ഒന്നും സാരമില്ല. 1 മുതൽ വായിച്ചു. 18 വായിച്ചു. 18 വായിച്ചു. 18. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അതിന്റെ 23-ാമത്തെ വാക്യം വായിച്ചേ. ആമേൻ. ആത്മാവെന്ന് ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ മീട്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ നരകം. അപ്പൊ നമ്മുടെ നരകം ഇനി ഈ ലോകത്തിൽ എന്തെങ്കിലും നേടിയെടുക്കേണ്ടതിനല്ല. എന്തിനാ നമ്മുടെ ഉള്ളിൽ നരങ്ങേണ്ടത്? പുതുക്കത്തിന്റെ ആത്മാവ് ഉള്ളിൽ വ്യാപരിക്കുന്നത് കൊണ്ടുള്ള ഒരു നരക്കം ഇന്നു മുതൽ എൻ്റെ അകത്തുകൂടി തുടങ്ങണം. ഇത്രവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതുക്കം എനിക്ക് ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ പറഞ്ഞത്,
ആമേൻ സ്തോത്രം. എനിക്ക് ഈ കഷ്ടതകളൊന്നും സാരമില്ല. ആമേൻ സ്തോത്രം. രണ്ടാമത് പറഞ്ഞ് ആമേൻ ആത്മാവിനുള്ള പുതുക്കത്തിനാൽ എന്റെ ഉള്ളം നരങ്ങുന്നു. ആത്മാവിനകത്ത് ഒരു പുതുക്കം ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും ആത്മാവ് നരങ്ങുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. രണ്ടാമത് അവിടെ വായിക്കുമ്പോൾ 26, 27 വാക്യം വായിച്ചു നോക്കി വേഗമാണ്. ഞാൻ അവൻ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതകളെ എന്ത് ചെയ്യുന്നു? തുടങ്ങിക്കുന്നു. അപ്പൊ ഞാൻ ബലഹീനനാണ് പറയുമ്പോൾ എന്റെ ബലഹീനതയ്ക്ക് തുണനിക്കുന്നത് ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന ആ ആത്മാവ്, കാര്യസ്ഥൻ എന്നെ വെച്ചുപോയ അതേ പരിശുദ്ധാത്മാവ് അകത്ത് എന്ത് ചെയ്യുന്നു? നമ്മളോടുകൂടെ പലയിടങ്ങളിലും നമ്മളെ ദൂഷിക്കപ്പെടും, നിന്ദിക്കപ്പെടും, പരിഹസിക്കപ്പെടും, ഇവൻ പാമ്പെ പരാജയമെന്ന് പറയപ്പെടും. അവൻ എന്നോടുകൂടെ തുടങ്ങിക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പം പറഞ്ഞില്ല ആമേൻ. എന്നാൽ നീ പരാജയമെന്ന് പറയുമ്പോൾ നമ്മൾ പറയണം, പോവില്ലാതെ നീ ആ പരാജയം ജയിച്ചവന്റെ കൂടെ അടിക്കുന്നത്. പന്നവിശ്വാസി ഞാൻ ജയിച്ചവന്റെ കൂടെ അടിക്കുന്നത്. എനിക്കല്ല പരാജയം. നീ പരാജയപ്പെടാൻ പോവുക, നീ പരാജയപ്പെടാൻ പോവുക, നീ പരാജയപ്പെടാൻ പോവുകയാണ് പറയണമെങ്കിൽ എന്റെ അകത്ത് ആത്മാവ് തുണനിക്കണം. എത്ര പേരുടെ കൂടെ ആത്മാവ് തുണനിക്കുന്നുണ്ട്? ഞാനിങ്ങനെ നോമീശ്വരൻ കേട്ടിട്ടുണ്ട്. കർത്താവിന്റെ ദാസന്മാരെ കൂടി ആമേൻ നമ്മുടെ ഈ മുന്നിയ ദിവസഭയുടെ ആമേശ്വരം റാന്നി സെന്ററിന്റെ പ്രിൻസിപ്പാളിന്റെ പപ്പ ഇങ്ങനെ ഒരു അനുഭവ സാക്ഷി പറയുന്നത് കേട്ടിട്ടുണ്ട്. ആമേൻ ഒരു മനുഷ്യൻ തൂങ്ങി മരിക്കാനിരിക്കുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവ് തന്റെ ദാസനെ തട്ടുകൊടുത്തിട്ട് പറഞ്ഞ് രാത്രി പദയാത്ര ആയപ്പോൾ പറഞ്ഞ് ഇന്ന വീട്ടിലേക്ക് പോകണം. കർത്താവ് ഞാൻ ഇതെങ്ങനെ പോകുന്നത്? ഞാൻ പുറത്ത് നിൽപ്പുണ്ട്, നീ എന്റെ കൂടെ വന്നാൽ മതി, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് ആമേൻ ആ ദാസൻ പറഞ്ഞത്. ആമേശ്വരം ഒരു ആമേൻ സാക്ഷ്യം ഇങ്ങനെയായിരുന്നു. ഒരു വെള്ളവസ്ത്രം ധരിച്ച മനുഷ്യൻ ദൈവദാസനോട് കൂടെ നടന്നുപോയി. ആ വീട്ടിലെ അവരെ രക്ഷിച്ച് അവരെ കൊണ്ട് ഈ വീട്ടിനകത്ത് വരുന്നത് വരെയും ഈ ദൈവദാസന്റെ കൂടെ ആ പരിശുദ്ധ ദൂതന്മാർ കാവൽ ഉണ്ടായിരുന്നു. ആമേൻ. അങ്ങനെ പല കുടുംബങ്ങളെ രക്ഷിക്കാൻ ആമേൻ അന്ന് കാലഘട്ടത്തിൽ ദൈവദാസഭയെ ദൈവദാസനെ കർത്താവ് പ്രയോജനപ്പെടുത്തിയെങ്കിൽ ഇന്ന് ആത്മാവ് എന്റെ അകത്ത് നിങ്ങളുടെ അകത്ത് ആ കാര്യസ്ഥന്റെ പരിശുദ്ധാത്മാവ് തുറന്നിരിക്കുന്നുണ്ടെങ്കിൽ പല കുടുംബങ്ങളെ തീക്കകത്തിന് വലിച്ചെടുക്കാൻ അഭിഷേകം നിർത്തുന്ന ഒരു തലമുറയെ ഈ സഭയ്ക്കകത്ത് കർത്താവ് എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഭിഷേകത്തോടെ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നോട് കൂടെ തുറന്നിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ അകത്ത് അവിശ്വസ്തതയോ ആമേൻ അശുദ്ധിയോ ഒന്നുമില്ലാതെ സൂക്ഷിക്കാം. കറയും ചുവപ്പും മാലിന്യങ്ങളും ഒന്നുമില്ലാതെ നിന്റെ വീട് പാവൻ ഈ മൺകൂടാരമാകുന്ന വീട് സൂക്ഷിച്ച് നിർത്തിക്കോ. പരിശുദ്ധാത്മാവ് നിന്നോടുകൂടെ വാഴാൻ ആഗ്രഹിക്കുക. അശുദ്ധത്തോടുകൂടെ അവൻ പരിശുദ്ധം മാറത്തില്ല കേട്ടോ. ആമേൻ ആമേൻ. അതാ പരിശുദ്ധാത്മാവ് വചനത്തിൽ പറയുന്നു, പരിശുദ്ധൻ ഇനിയും പരിശുദ്ധമാകട്ടെ, അശുദ്ധൻ ഇനിയും രണ്ടും ചേർത്ത് നിർത്തിയില്ല. ഒരു തുരുത്തിക്കകത്ത് കൂടി രണ്ടും ഒഴുകത്തില്ല. അങ്ങനെയാണെങ്കിൽ നന്മയും തിന്മയും മണ്ണിൽ കൂടി ഒഴുകത്തില്ലെങ്കിൽ എൻ്റെ നാവിൽ കൂടി നന്മയല്ലാത്ത മറ്റൊന്നും പകരത്തില്ലെന്ന് പറയത്തില്ലെന്ന് ഞാൻ നിങ്ങളെ തീരുമാനിക്കേണ്ടതെന്ന് തീരുമാനിച്ചുറപ്പിച്ചോ. പരിശുദ്ധാത്മാവ് നിന്നുകൊണ്ട് പറയുക ആമേൻ സ്തോത്രം. ഇവിടെ നിന്നുകൊണ്ട് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ആത്മാവ് തുണങ്ങിക്കണം. എത്രവരെ ആഗ്രഹിക്കുന്നുണ്ട്? ആത്മാവ് തുണങ്ങിക്കണം. ആത്മാവ് ഇല്ലാത്തതെല്ലാം ചടലത്തിന്റെ ചടാത്മാവാ. ചടയാത്മാവിന് ഒരിക്കലും ഒരൊറ്റടി പൊങ്ങാൻ കഴിയത്തില്ല. യേശു കർത്താവ് മരിച്ചവർ മാത്രം അവന്റെ വരവിൽ ഒരുങ്ങിയിരിക്കുന്നവർ മാത്രം ഉയർത്തവരോടുകൂടി എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ അവനെ മരിച്ചവർക്ക് മാത്രമേ എഴുന്നേൽക്കാൻ കഴിയത്തുള്ളൂ. ഒരു ജഡത്തിനും അവിടെ എഴുന്നേൽക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൽ മരിച്ചവർ മാത്രം, യേശുവിനോടുകൂടെ മരിച്ചവർ മാത്രം. സമയം കഴിഞ്ഞു പോകാൻ എനിക്ക് ഇന്ന് വചനം ഇങ്ങനെ തന്നെ പറയാം, ഇനിയും പറയാം. എന്തായാലും അവിടെ പരിശുദ്ധാത്മാവെ ഏൽപ്പിക്കുന്നു. ആമേൻ. അവിടെ പറയുന്നത് ബലപ്പെടാൻ വായിച്ചോളാം.
നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ചിലത് പ്രാർത്ഥിക്കാൻ അറിയില്ല. ഇങ്ങനെ നരങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഭയങ്കരമായത് വെളിപ്പെടുത്തട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു സഭയിൽ പോകാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ 60 കിലോമീറ്ററിനകത്ത് കുടിയിരിക്കുന്ന ശക്തി ആളത്തില്ല. എന്നാൽ ഒരു ദുഷ്ട സാത്താന്റെ ശക്തി സഭയ്ക്കകത്തുണ്ട്. അത് എന്താണെന്ന് നോക്കിയപ്പോൾ നുണ പറയുന്ന പ്രശംസം. നുണച്ചി പറയും തമിഴിൽ. നുണച്ചി അല്ലേ? മലയാളത്തിൽ എന്താ പറയുന്നത്? നുണച്ചി തന്നെ പറഞ്ഞില്ലേ? അങ്ങനെ ഉള്ള സാധനം കയറി കഴിഞ്ഞാൽ പലരുടെ അനുഗ്രഹത്തിൽ പറയും. ഞാൻ കണ്ണു മറന്നുപോയി. ഇത് പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ആത്മാവോട് ഇടപെടാൻ തുടങ്ങി. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു 50 വയസ്സിന് മേലുള്ള 2 അമ്മമാരും മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ട് വന്നിരിക്കുക. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, 2 പേര് രാമേശ്വരം മരണക്കുറിപ്പ് എഴുതി വെച്ച് വന്നവർ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ വന്നത് 2 അമ്മമാരാണ്. ലോകത്തിലെ എല്ലാം അനുഭവിച്ച് കഴിഞ്ഞ് പോകാനിരിക്കുന്ന സമയത്താണ് ഈ ദുർമരണത്തിലേക്ക് തള്ളപ്പെടാൻ തുടങ്ങി. ഇത് എന്തില്ലാത്തത് കൊണ്ടാണെന്നറിയോ? പരിശുദ്ധാത്മാവ് അവർക്കില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് പല പെന്തക്കോസ്തൽ കുടുംബങ്ങളും 60-70 ലക്ഷം രൂപ കടമുണ്ടായിട്ട് തൂങ്ങാത്തതിന്റെ കാരണം എന്താണെന്നറിയാം? ഇന്ന് തൂങ്ങിയവരുടെയൊക്കെ രാമേശ്വരം പേപ്പറിലൊക്കെ വായിച്ചു നോക്കിയ 2 ലക്ഷം വീട് നോട്ടീസ് ഒട്ടി 3 ലക്ഷം കടം, തൂങ്ങി മരിച്ച് കുടുംബമായി, അല്ലെങ്കിൽ കിണറിൽ ചാടി. വായിച്ചിട്ടില്ല നിങ്ങൾ? അവിടെ എന്തില്ലാത്തത് കൊണ്ടാണ് അറിയാൻ ചാടുന്നത്? പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ്. കാര്യം പറഞ്ഞു കൊടുക്കാൻ തുണയിലകത്തെ ആത്മാവില്ലാത്തത് കൊണ്ടാണ്. മാത്രം നമുക്ക് ആരുണ്ട്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള ഉറപ്പുള്ളവർ അങ്ങറ്റം വരെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഉറപ്പുള്ളവർ സ്വന്തം. ആമേൻ. ഞാൻ പറയട്ടെ, ആ ആത്മാവ് എവിടെയും നഷ്ടപ്പെടരുത്. അതുകൊണ്ട് 1-2 വാക്യങ്ങൾ വേഗം വായിക്കാൻ സ്വപ്നം ദൈവസഭയിലെ എഫേസ്യർക്കുള്ള ലേഖനം 4-ാം അധ്യായത്തിന്റെ സ്വപ്നം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഇന്ന് ദൈവത്തിന്റെ ആത്മാവും നമ്മളെ വിടുവിക്കുവാനിടയായി തീരുമെന്ന് രാമേശ്വരം പറയുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് 3-ാം അധ്യായം 16-17 വായിക്കുമ്പോൾ ശദ്രക്ക് മേശക്ക് ആബേദ്നേഗോ എന്ന 3 പുരുഷന്മാരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നതുകൊണ്ട് അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങൾ മരിച്ചാലും മരിക്കേണ്ടി വന്നാലും രാജാവ് ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ലോകത്തിന്റെ മറ്റൊരുത്തം രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ഇനി മരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. അപ്പം പരിശുദ്ധാത്മാവുള്ളവനെ കർത്താവ് എന്ത് ചെയ്യും? വിടുവിക്കും. എഫേസ്യർക്കുള്ള ലേഖനം 4:3 രാമേശ്വരം ആത്മാവും ഒരുമനമുള്ളത് വായിച്ചേക്കാം. അപ്പോ അന്യനെ എന്ത് ചെയ്യണം? പൊറുക്കണം. സഹോദരന്റെ മുറിവ് പൊറുക്കണം, കുടുംബത്തിന്റെ മുറിവ് പൊറുക്കണം, മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞതെല്ലാം പൊറുക്കാൻ പറയണം. പൊറുക്കാതെ തന്നെ നമ്മളിൽ ആത്മാവ് എന്ത് ചെയ്യത്തുള്ളൂ? നിലനിൽക്കത്തുള്ളൂ. ആത്മാവ് നിലനിൽക്കണം. എന്ത് ചെയ്യണം? പൊറുക്കണം. ആമേൻ. സ്വതം പൊറുക്കണം. ആമേൻ. പൊറുക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മളോടുകൂടെ ആത്മാവ് നിലനിൽക്കും. എത്രവർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ആമേൻ. അവിടെ 2-ാമത് വായിക്കുമ്പോൾ സ്വതം 1 കൊരിന്ത്യർ 12-13 വാക്യങ്ങൾ വായിച്ച് വേഗമായി വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 12-13 വാക്യം. ശരീരം ഒന്നായിരിക്കുന്നു, അവയവം പലതായിരിക്കുന്നു. എല്ലാം ഒരു ശരീരം പോലെ ആത്മാവ് പോലായി വരുന്നത് പോലെ ആമേൻ. അതാണ് ക്രിസ്തു. ആമേൻ. നമ്മളിങ്ങനെ പല അവയവങ്ങളായിരിക്കുമ്പോഴും ആ ഒരു അവയവത്തിനകത്ത് നമ്മളെല്ലാം എന്ത് ചെയ്യണം? ഒതുങ്ങണം. ക്രിസ്തുവിൽ ഒതുങ്ങണം. ആമേൻ. സ്വതന്ത്രം. അവിടെ പിതാവും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ സ്വതന്ത്രം ഒന്നായിരിക്കണമെന്ന് അടുത്ത വാക്യം പറയുകയാണ്. 17-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20-23 വാക്യം. യേശുദാമേൻ എന്ന് പറയുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും അതിനകത്ത് ഒന്നായി തീരാം, ഐക്യമത്യപ്പെടാം, ക്രിസ്തുവിൽ ഐക്യമത്യപ്പെടാം. എത്ര രാമേൻ എന്ന് പറയാൻ കഴിയുന്നു? വായിച്ചു കേൾക്കാം.
അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന അവിടുത്തെ നാമത്തിൽ, യേശു കർത്താവാകുന്ന നാമത്തിൽ അവരെ ആരാ പറയുന്നറിയോ? യേശു പറയാം. ആമേൻ. അതുകൊണ്ട് ഞാൻ തന്ന സമയം കഴിഞ്ഞു പോയെങ്കിൽ എനിക്കറിയാം. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ആത്മാവില്ലാത്തവരായി പോകില്ല. ആമേൻ. അടുത്തത് ആമേ സ്വത്രം, നമ്മുടെ ഇടയിൽ ആമേ സ്വത്രം ഒരു വീണ്ടും ജനനം ഉണ്ടാക്കണം. എന്തുണ്ടാക്കണം? സ്വത്രം. ഞാൻ ഈ സംഭവം എല്ലാം മാറ്റി വെച്ചു. അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞ് മുന്നോട്ട് പ്രാർത്ഥിക്കാൻ പോവുക. യോവാനിന്റെ സുവിശേഷം 3-ാമത്തെ വാക്യം. ആമേൻ. ഇത് പറഞ്ഞുകൊണ്ടാണ് അവസാനം പറഞ്ഞത്, ആത്മാവിന്റെ ജഡത്തിലുള്ള ജഡമായിരിക്കും, ആത്മാവുള്ളത് ആത്മാവായിരിക്കും. 3-ാമത്തെ വാക്യം എന്താ പറഞ്ഞത്? യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എന്നെങ്കിൽ ദൈവരാജ്യം ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞു. ആമേൻ ആമേൻ. വീണ്ടും ജനിക്കപ്പെട്ടില്ലെങ്കിൽ പരലോക രാജ്യം നിനക്ക് അവകാശമായി ലഭിക്കത്തില്ലെന്ന് പറയുന്നു. അതായത് സുശീലുണ്ട്. ആമേൻ. ഇതൊന്നും ഞാൻ മുന്നോട്ട് പോകുന്നില്ല. ഞാൻ അവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ചുരുങ്ങി വേഗം പറഞ്ഞു വന്നതിൻ്റെ കാര്യം സമയത്തിൻ്റെ പരിധി നിന്നുകൊണ്ടാണ്. അമ്മ 5 മിനിറ്റ് സമയം മുന്നോട്ട് കടന്നു പോയിട്ട് എനിക്കറിയാം. എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് സ്നേഹത്തോടെ പറയാം. ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അടുത്ത സഭാരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ സ്ഥാനപ്പെട്ടിരിക്കുന്നത് കേൾക്കുവാനിടയാകണം. നിങ്ങൾ സ്ഥാനപ്പെട്ടവരാണെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരായി കാണുവാനിടയായിരിക്കണം. പരിശുദ്ധാത്മാവ് പ്രാപിച്ച നിങ്ങളാണെങ്കിൽ കൃപാവരം പ്രാപിച്ചവരായി മാറണം. കൃപാവരം പ്രാപിച്ച നിങ്ങളാണെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ മറ്റൊരുവരോടും എതിർക്കാൻ നിൽക്കാതെ സാത്താന്യ ശക്തികളോട് എതിർത്തു നിന്ന് പോരാടുന്നവരായി നിങ്ങൾ മാറിയാൽ നിങ്ങൾ ഈ സഭയ്ക്കകത്ത് ഒരു വലിയ ഉണർവ് നിങ്ങൾ കാണാനിടവരും. ദേശത്തിനകത്തുനിന്ന് ചിലത് ഇളകി മാറും, പട്ടണത്തിനകത്തുനിന്ന് ചിലത് വിട്ടുപോകേണ്ടവരും, ചില കുടുംബങ്ങൾ കൂടി നിങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം അനുഭവിക്കേണ്ടി വരും. എത്ര പേർക്ക് ആ സന്തോഷം എൻ്റെ സഹോദരന്മാർ അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട്? സ്വന്തം ആ സന്തോഷത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും സ്വന്തം ചെയ്യാം. സ്വന്തം ഇത്രമാം സ്നേഹം ഉയർകോട് തേനിക്കായി, ഇത്രമാം സ്നേഹം ഉയർകോട് തേനിക്കായി യേശു എനിക്ക് വേണം. ഇതുവരെ ഞാൻ ആ പ്രമാണം സ്വീകരിച്ചില്ല. സ്ഥാനപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, സ്ഥാനപ്പെട്ടിട്ടില്ലേക്കാം. എനിക്ക് സ്ഥാനപ്പെടണം ആഗ്രഹമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? സ്ഥാനപ്പെടാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഒന്ന് സ്വന്തം തന്നെ കരവിയാക്കി സ്ഥാനപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ആരെങ്കിലും സ്ഥാനപ്പെടാത്തവർ, സ്ഥാനപ്പെടാൻ ആഗ്രഹമുണ്ടെന്നുള്ളവർ കരമുയർത്തിക്കേ, സ്വതന്ത്രം ചെയ്തേ. ആമേൻ ആമേൻ. ഇനിയില്ല, യേശു കർത്താവിനെ എനിക്ക് വേണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പോരാടേണ്ടതുണ്ട്. എനിക്ക് അനേകം നേടിയെടുക്കാൻ ദാഹമുണ്ട്. എന്നാൽ എനിക്ക് കഴിയുന്നില്ല, എനിക്കൊന്ന് മുന്നേറാൻ കഴിയുന്നില്ല. ആമേൻ. അങ്ങനെ എനിക്ക് മുന്നോട്ട് പോകണം ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഒന്ന് സ്വതന്ത്രം പറഞ്ഞ് അങ്ങനെ കരം ഉയർത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് മുന്നേറാൻ ആഗ്രഹമുണ്ട്. ആമേൻ. മുന്നേറാൻ ആഗ്രഹമുണ്ട്. എനിക്ക് കഴിയുന്നില്ല. ആമേൻ. മുന്നേറാൻ ആഗ്രഹമുണ്ട്. ആ കരങ്ങളെ ഉയർത്തിയ കരങ്ങളെ ഓർത്ത് സ്വതന്ത്രം ചെയ്ത് എല്ലാവരും സ്വതന്ത്രം ചെയ്ത് ഹല്ലേലൂയ. കർത്തൃദാസന്മാരെ ഈ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വേലയ്ക്ക് വേണ്ടി തന്റെ ജനത്തെ അവിടുത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി എലിയും തന്റെ ജനത്തെ അഭിഷേകം ചെയ്യുകയാണ്. കർത്താവേ, ഈ ജനം അവിടുത്തെ നാമത്തെ നിമിത്തം പോരാടി ജയിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ശക്തികളെ പോരാടി ജയിക്കേണ്ടതിന് വരാനുള്ള ലോകത്തിനിടയിൽ അനേകരെ തിരിച്ചുടയ്ക്കകത്തിന് വലിച്ചെടുക്കേണ്ടതിന് ഒരു പുതിയ എണ്ണയാൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ.
ഒരു പുതിയ എണ്ണയാൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. ഈ സഭയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതിരിക്കുന്നവരെ ഇന്ന് മുതൽ സമാധാനത്തിനായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് വേണ്ടി വെച്ചുപോയ അതേ സമാധാനം ഇന്ന് ഈ സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഈ സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ഈ കൂടി വരവിന്റെ മേൽ ഭയങ്കരമായ സാന്നിധ്യം ഈ വരുന്ന നാളുകളിൽ വെളിപ്പെടുത്തുക. താവേ, മുപ്പരിച്ചരുടെ അറ്റമുഖത്തിൽ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആമേൻ, യേശു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചിട്ടല്ലാതെ ഒരു വിടുതലില്ലെന്ന് പറയുന്നത് പോലെ കർത്താവേ, ക്രിസ്തുവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഈ സഭയിൽ അനേക കുടുംബങ്ങൾ വിടുതൽ പ്രാപിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ തലമുറയെ ആമേൻ നശിപ്പിക്കാൻ ഒരുക്കുന്ന പദ്ധതികളെ ജയിക്കുവാൻ, ആമേൻ കുടുംബങ്ങളെ നശിപ്പിക്കാൻ ഒരുക്കുന്ന പദ്ധതികളെ ജയിക്കുവാൻ, ദേശത്തിന്റെ വെല്ലുവിളികളെ ജയിക്കുവാൻ ഈ സഭ ഒന്നടക്കം കൈകോർക്കുന്ന ഒരു സഭയായി ഈ പകലോട് മാറുവാൻ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ഈ ജനത്തെ അവിടുത്തെ ദാസനായ എളിയവൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് മറയ്ക്കണമേ, കൃപ കൊണ്ട് മറയ്ക്കണമേ, കൃപ കൊണ്ട് മറയ്ക്കണമേ. ഇന്ന് വരെയും ആത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ ഒരു ആത്മാഭിഷേകം ജനത്തിന്റെ മേൽ ഒഴുകി തുടങ്ങണമേ. വരുന്ന നാൾക്കളിൽ ഒരു തീയായി ദിനപത്തി ജനം ആരാധിക്കുന്നത് കാണുവാൻ സഭയെ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ജനത്തെയും സഭയും ഞങ്ങളുടെ ദാസനെയും ദൂരത്തായിരിക്കുന്ന ഞങ്ങളുടെ ദാസനെയും അവിടെ വേലയ്ക്കായി കടന്നുപോയിരിക്കുന്ന ഞങ്ങളുടെ ദാസനെയും സമാമ്യ കുടുംബമായി കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സഭയ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ ജനത്തെയും അവിടുത്തെ ദാസനായി ഇവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറയ്ക്കും. അല്പനേരം ഞങ്ങൾ ദിവസങ്ങളിലായി മറിയുന്നു. എന്നെ താഴ്ത്തുന്നു യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഇത്രത്തോളം സമയം തന്ന സഭയ്ക്കും കർത്താവിന്റെ ദാസനും ഇവിടെ കടന്നു വന്ന ദൈവജനത്തിനും യേശു കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. 15 മിനിറ്റ് സമയം മുന്നോട്ട് കടന്നുപോയി. നീ ആത്മാർത്ഥമായി ശ്രമിക്കുക. എന്നെ ഓർത്തുക.